सूर्यवंशी का वैभव और पूरी दुनिया सोनी पर देखेगी। देखिए टैलेंट टीवी कप 9 जून से 21 जून तक सिर्फ सोनी स्पोर्ट्स नेटवर्क और सोनी लिव पर। എവിടുന്നാ തുടങ്ങുക? ഇതിനു മുമ്പ് ആർക്കും ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ലേ? 52-year Dr. Ashwin Bhadoria, the owner of Reliable Medical College, has allegedly committed suicide by setting himself on fire at his residence Arera College, Bhopal, Madhya Pradesh, the police said. The tragic death came to light at around 8 a.m. when Dr. Ashwin's wife spotted him coming out on the lawn of the bungalow engulfed in flames. ജനങ്ങളെ മുഴുവൻ പരിഭ്രാന്തിയിലാക്കിയ ഒരു സംഭവം ഇന്ന് നഗരത്തിന്റെ മധ്യത്തിൽ നടന്നിരിക്കുന്നു. ഈ നഗരത്തിലുള്ള ഒരാൾ പോലും ഡോക്ടർ ബദോരിയെ അറിയില്ലെന്ന് പറയില്ല. പുകഴിന്റെ ഉച്ചയിലായിരുന്ന ഡോക്ടറുടെ മരണം ഭോപ്പാലിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. വേദനാജനകമായ കൃത്യത്തിന്റെ പിറകിൽ ഏതോ ഒരു ദുരൂഹത ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കൃത്യത്തിന്റെ പിറകിലുള്ള ദുരൂഹത മനസ്സിലാക്കാൻ പ്ലീസ് സ്റ്റേ ട്യൂൺ ടു us. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി തരൂ. സേനി, എനിക്കൊന്നും കേൾക്കുന്നില്ല. ഡോക്ടർ അശ്വിന്റെ മോൻ സങ്കേത് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ സംസാരിക്കാം. ഓക്കെ, ബൈ. ഈ സംഭവം എങ്ങനെയാണ് നടന്നതെന്ന് പറയാൻ കഴിയുമോ? Was it very accidental? നോക്കൂ, അശ്വിന്റെ ഡെഡ് ബോഡിയുടെ അടുത്തുനിന്ന് കെറോസിൻ ടിൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ സ്മെല്ലുണ്ട്. നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ അല്ലേ? ഞങ്ങളുടെ ഒരു നിഗമനം എന്താന്ന് വെച്ചാൽ ഇതൊരു സൂയിസൈഡ് ആയിരിക്കുമെന്ന്. സാർ, അവർ അത്ര വലിയൊരു മെഡിക്കൽ കോളേജിന്റെ ഡീൻ അല്ലായിരുന്നു സാർ. കൂടാതെ അദ്ദേഹം ഒരു ലീഡിംഗ് ഡോക്ടർ. ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായതിനു ശേഷം മാത്രമേ പറയാം. ഇതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാവരോടും കള്ളം പറയാലേ. സൂയിസൈഡ് അല്ല, നിങ്ങളാണ് കൊന്നത്. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളാണ് കൊന്നത്. അത് സൂയിസൈഡ് അല്ല, നിനക്കറിയാം. റിയാക്ഷന്റെ കാരണം സാർ.
If necessity is the mother of inventions, kick is the father of fuck-offs. ഓരോ മനുഷ്യനും ഓരോ കിക്കിനും വേണ്ടിയാണ് ജീവിക്കുന്നത്. ആ കിക്ക് ഒരു അഡിക്ഷനായി മാറിയാൽ അപ്പോൾ ആ കിക്ക് മെറ്റഫോറിക്കലി അല്ല, ലിറ്ററലി തലക്ക് കയറും. ഇങ്ങനെ ചെയ്യുന്നോണ്ട് എന്ത് സന്തോഷം കിട്ടുന്നേ? താൻ എനിക്ക് അഡ്വൈസ് ചെയ്യാ? നിനക്ക് മതിയായില്ലേ? ഫസ്റ്റ് ഇയറിൽ ചെയ്തല്ലേ, പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഓരോ വർഷം ചെയ്തോണ്ടിരിക്കുന്നില്ലേ? ഗ്രോ അപ്പ് സംഗീത്. എക്സാക്ട്ലി. നമ്മൾ അപ്പൊ കീവേഡ് നമ്മളാ. നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ട്രഡീഷനായി മാറിയിരിക്കുക. അതെങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? ഒരു 2 മാസത്തിൽ നമ്മുടെ ഇന്റേൺഷിപ്പ് കഴിയും. ആ ശരി, പ്രിസ്ക്രിപ്ഷൻ എന്താ? ആ ഫാർമസി തന്നെ വിട്ടിട്ട് വന്നു. Olanzapine 50, Dolo 100 mg, Muffin sulfate 20 mg. I will lock it. Love potion 10 mg. കഴിഞ്ഞില്ലേ? ഇനി പോയാലോ? നോക്ക് സംഗീത്, എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോയാ മതി. എന്താ ഞാൻ ആ സർക്കസിലേക്ക് വരുന്നില്ല. ഓക്കെ ശരി, ഓക്കെ. നീ ഒന്നും ചെയ്യണ്ട. ഒരു നോർമൽ പേഴ്സൺ പാർട്ടിയിലുള്ളത് നല്ലതല്ലേ? പ്രാചി, ഹേ ഓടി. സംഗു, എനിക്ക് നിന്റെ പാർട്ടിക്ക് വരണം, അത്രേ ഉള്ളൂ. ഓർഗനൈസർ ഞാനായിരിക്കാം, പക്ഷെ ബൗൺസർ നിന്റെ ചേച്ചിയാ. അവളോട് സംസാരിക്കേ. എന്തുപറ്റി? എന്തുപറ്റി? ഒന്നുമില്ല, വിട്. ഞാൻ നിന്നെ പോകുന്ന വഴിക്ക് അവിടെ ഡ്രോപ്പ് ചെയ്തേക്കാം. ശരി. എനിക്കൊരു ജോക്ക് തോന്നുന്നുണ്ട്, ഞാൻ പറയട്ടെ? താങ്ക് യു. അവനാണ് എന്റെ ട്രൂ ഫ്രണ്ട്. ഓക്കെ, ഒരു അക്കൗണ്ടന്റ്, ഒരു ലോയർ, പിന്നെ ഒരു ഡോക്ടർ, ഇവരൊക്കെ ഒരുമിച്ച് ബാറിലോട്ട് പോയി. ബാർ അറ്റൻഡർ പറഞ്ഞു, സർ ഇന്ന് ഡ്രൈ ഡേയാ. I know you are feeling it, right? I know it's bad one. So അപ്പൊ ലോയർ ഡാ അവന്റെ മേലെ കേസിട്ട് അകത്ത് കയറ്റാണ്. യാ, അപ്പൊ അക്കൗണ്ടന്റ് പറഞ്ഞു, നീ എന്തൊക്കെയാടേ പറയുന്നേ? ടാക്സിയുടെ വാടക, ഇത്ര ടൈം വേസ്റ്റ് ചെയ്തു, ഇതൊക്കെ ടു എക്സ്പെൻസീവ് ഫോർ യു. പക്ഷെ ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയാവോ? അപ്പൊ ഡോക്ടർ തന്റെ കൈ എടുത്ത് പോക്കറ്റിലിട്ട് ഒരു ബോട്ടിലും എടുത്ത് പറഞ്ഞു, ഹോൾ മൈ കോഫ് സിറപ്പ് ബിച്ച്. ഡോക്ടർ കോഫ് സിറപ്പ് ബാറിലേക്ക് പോയിരുന്നില്ലേ? ഹോൾ മൈ കോഫ് സിറപ്പ് ബിക്കോസ് ഡ്രൈ ഡേ. എന്തിനാ ചിരിക്കുന്നേ? What? Fuck you guys. നീ തന്നെ കുടിക്കേ. It was a good joke. You all are just stupid. ഞാൻ കുടിച്ചോട്ടെ. അവന് കൊടുക്ക്. Cheers. 5 5 of 50. ഇവിടെ എത്ര സ്ട്രിപ്സ് ഉണ്ട്? You got 2 ml in it? Yeah. Okay, it's enough. Let's do it. All right. This time? Yep. Seriously? Yeah.
അതെ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാനും ദിനേശും ചേർന്ന് ഒരു ട്രിപ്പ് ഓർഗനൈസ് ചെയ്തിരിക്കുക. ആ ട്രിപ്പിൽ ആർക്കൊക്കെ വരാൻ താല്പര്യമുണ്ടോ സീറ്റൊക്കെ പ്രിയർ ആയിട്ട് ബുക്ക് ചെയ്യണം. പക്ഷെ അതിനു മുന്നേ ഈ ട്രിപ്പ് അറ്റൻഡ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് രക്ഷപ്പെടും. അതിനാര് വരുന്നോ അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് എക്സ്പ്രസ് ചെയ്ത് പറയണം. ഇതാരാ നമ്മുടെ പ്രാച്ചി. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? വളരെ ബിസിയാണെന്ന്. ഒരു ബ്രേക്ക് എടുക്കാൻ വന്ന ചേച്ചി. എന്തിനു വേണ്ടിയാ ബ്രേക്ക് എടുക്കുന്നത്? ശരി, എന്നാ നമുക്ക് തുടങ്ങിയാലോ? ടു ബി ഗെറ്റ് ഇറ്റ് നൗ. എന്നാ തുടങ്ങാം. ലെറ്റ്സ് ഡു ഇറ്റ്. ഫാന്റാസ്റ്റിക്. വേഗമാ തുടങ്ങാം. യെസ്. ദിനേശ്, 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 സംഗീത്, ഒന്ന് എണീപ്പിക്ക്. സംഗീത്, ഒന്ന് എണീപ്പിക്ക്. നോക്ക്. ഞാനിപ്പോ വരാം. ദിനേശ്, ദിനേശ്. സംഗീത്, വേഗാവട്ടെ പ്ലീസ്. സംഗീതേ, ബോസ്, യു ആർ എ ഗോഡ്. സ്വർഗത്തിൽ പോയിട്ട് വന്ന പോലെ ഉണ്ടായിരുന്നടാ. നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ വാട്ട് വി ഹാവ് ഗോൺ ത്രൂ? No, I was close to it. മതി. You guys are looking cute. പ്രാച്ചി വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്ക്. അപ്പോൾ നിനക്ക് ചേച്ചിയോ അതോ അമ്മയോ? മമ്മി അറ്റ്ലീസ്റ്റ് സ്നേഹിക്കെങ്കിലും ചെയ്യും. പോയിന്റ്. സംഗീത്, എനിക്കും ആ ട്രിപ്പിന് പോണം. കഴിഞ്ഞ തവണ തന്നതിനേക്കാൾ സ്ട്രോങ് ഡോസ് വേണം. ചിൽ. ഇത് ട്രിപ്പാ, വെക്കേഷൻ ഒന്നുമല്ല. സംഗീത്, എനിക്ക് സമയം വളരെ കുറവല്ലേ. Why are you dying? നീ ഇവിടെ തന്നെ നിൽക്കും, എങ്ങോട്ടും പോണ്ട. നിന്റെ ചേച്ചി എങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. നീ പറയാതിരുന്നാ മതി, അവൾ അറിയാനൊന്നും പോകുന്നില്ല. ചിലർക്ക് മാത്സ് മനസ്സിലാവില്ല, ചിലർക്ക് സയൻസ് മനസ്സിലാവില്ല. എനിക്ക് മോറൽ സയൻസ് മനസ്സിലാവില്ല. സംഗീത്, എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. ആണോ? അത് ശരി. ലൈഫിൽ ചില സബ്ജക്ട്സ് നമുക്ക് കുറേ ലീഡ്സ് തരും. പോടാ മോനെ, പോയി ജോലി ചെയ്യേ.
നീ ഇവിടെ എന്താ ചെയ്യുന്നേ? പ്രാചി എവിടെ? സംഗീത്, സത്യം പറ, ഇന്നലെ രാത്രി എന്തെങ്കിലും ട്രൈ ചെയ്തോ? നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്താലോ? അമ്മേ എണീറ്റു. അമ്മ ടിഫിൻ എടുത്ത് വെക്ക, ഞാൻ വന്നോളാം. ശരി. അമ്മേ, അത് പിന്നെ സംഗീത് വരാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണോ? ഞാൻ അവന് വേണ്ടി ഉണ്ടാക്കി വെക്കാം. സോംബിയെ പോലെ ഉണ്ട്. കഴിച്ചിട്ട് പോയി ഉറങ്ങാൻ നോക്ക്. ഉറങ്ങിയാൽ എപ്പോഴാ പഠിക്കുന്നേ? ഈ അവസ്ഥയിൽ എങ്ങനെ പഠിക്കാനാ അമ്മേ? 2 തവണ ഫെയിൽ ആയിട്ടും അതിന്റെ ഒരു സീരിയസ്നെസ്സും ഇല്ല. കഴിക്ക്. ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. നമ്മളെന്താ ഹാൻഡിൽ ചെയ്യാനാ? ഇന്നലെ നീ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലേ? അതിന് വീട്ടില് ചാമ്പ് ഉണ്ടല്ലോ, അവളോട് പോയി ചോദിക്ക്. ജോക്കിംഗ് ആടാ, ജോക്കിംഗ്. ഈ 5 ലക്ഷം മതിയാവോ? മതി ഡാഡ്, ഇത് മതിയാവും. അപ്പൊ ഈ പോർട്ടൽ എന്നത്തേക്ക് റെഡിയാവും? ഡാഡ്, വിത്താണ് പണം, അതിട്ട് നമുക്ക് പണം കിട്ടില്ലല്ലോ. ഓഫ് കോഴ്സ്, യാ. പിന്നെ മോക്കെന്ത് തോന്നുന്നു? പോർട്ടൽ ശരിയായിട്ടാണോ നടക്കുന്നത്? അതെ അച്ഛാ, ഡെഫിനറ്റ്ലി. ഓക്കേ. മോള് കോൺഫിഡന്റ് ആണ്, ഒരു കുഴപ്പമില്ല. സത്യം പറ, ഈ കാശ് കൊണ്ട് നീ എന്ത് ചെയ്യാൻ പോവാ? പോർട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. പ്രഗ്യ, നിനക്ക് എന്നെ കുറിച്ച് അറിയാമല്ലോ. എക്സാക്ട്ലി, എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, നീ എന്ത് ചെയ്യാണെങ്കിലും അതിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തല്ലേ. കാരണം എനിക്ക് അച്ഛനായിട്ടുള്ള ബോണ്ട് നശിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ. അല്ല, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? കാരണം നിന്നെ എന്നെ ഒരുമിച്ച് കണ്ട അച്ഛനെ ഹാപ്പിയാവും. എടാ നുണയാ, നീ എന്നെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നിനക്കൊരു കാര്യം അറിയോ? എക്സ്പ്ലോയിറ്റ് ആവുന്നതിനേക്കാളും എക്സ്പ്ലോയിറ്റ് ആവാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ എക്സ്പ്ലോയിറ്റ്. യോ കഴിഞ്ഞോ? ആ ശരി, ഞാൻ വരാൻ കുറച്ച് വൈകുവേ. സോ ഞാൻ വരുന്നവരെ ഓപ്പിനെ ഒന്ന് നോക്കണം. പ്ലീസ് പ്ലീസ്, ഐ ലവ് യു. ബൈ. ഹായ്. ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയേ. ഹാപ്പി അല്ലേ? ശരി, വാ പോവാം. കൈതാ. ഇതെന്നത് റാങ്ക് മാറ്റണമെന്നോ? വാട്ട് ദ ഫക്ക്? വാട്ട് ദ ഫക്ക്? പ്ലീസ് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കുക. അയ്യോ സോറി സർ. പക്ഷേ സർ, ഞാൻ നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തു പോയിട്ടില്ലല്ലോ. എനിക്കറിയില്ല നിങ്ങൾ ഈ സ്ഥലത്തെ പറ്റി എന്തൊക്കെ അപവാദങ്ങളാണ് കേട്ടിട്ടുള്ളതെന്ന്. നിങ്ങൾ പക്ഷേ സർ, നിങ്ങളൊന്ന് പറഞ്ഞതല്ലേ? പ്രാച്ചി, നിന്റെ കയ്യിൽ നിന്ന് ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഈ ആൾ ആരാ ശരിക്കും? ശുഭചിന്തകൻ, വിദ്യയാൽ ബാധിക്കപ്പെട്ടവരുടെ ശുഭചിന്തകൻ. എന്താ അപവാദം ഈ വിളിച്ചു പറയണേ?
അതായത് എഡ്യൂക്കേഷൻ ഡിപ്രസ്ഡ് സ്റ്റുഡൻസ്. എനിക്ക് മലയാളം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പ്ലീസ് നിങ്ങൾ അപ്പം നമ്മുടെ പ്രോബ്ലം സോൾവ് അല്ലേ? പ്ലീസ് നിങ്ങൾ പുറത്തേക്ക് പോകും പ്ലീസ്. സാർ ഞാൻ പറയുന്നു കേൾക്കുക. അതായത് പ്ലീസ് ഗെറ്റ് ഔട്ട്. പോകൂ. ആക്ച്വലി സാർ എനിക്ക് മലയാളം നന്നായിട്ട് അറിയാം. പ്രാചി, ഒരു തേർഡ് പാർട്ടിയുടെ മുമ്പിൽ എങ്ങനെ നിനക്ക് ഇതുപോലെ സംസാരിക്കാൻ സാധിക്കും? പക്ഷെ സർ അവൻ തേർഡ് പാർട്ടി ഒന്നും അല്ല സർ. അന്ന് സാർ എന്നോട് പറഞ്ഞതല്ലേ റാങ്ക് വേണമെങ്കിൽ. ഞാൻ അത് നിന്നോട് 3 മാസം മുമ്പാ പറഞ്ഞേ, അല്ലാണ്ട് പരീക്ഷയുടെ 3 ദിവസം മുമ്പ് ഞാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കണ്ട. സർ ആദ്യം ഞാൻ മൈൻഡ് മേക്കപ്പ് ചെയ്തിരുന്നില്ല. ഇപ്പൊ മൈൻഡൊക്കെ മേക്കപ്പ് ചെയ്തോ? ആ ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത വർഷം ട്രൈ ചെയ്യാം. സർ അടുത്ത വർഷം? യെസ് പ്ലീസ്. സോ നിങ്ങൾക്കും എന്താടോ? എന്തിട്ടാ വേണ്ടേ? എന്ത് തരും? നിങ്ങളുടെ ഫോൺ തരുമോ? ആണോ? എന്താ ചേട്ടാ, ചേട്ടൻ്റെ ഫോണും കൊണ്ട് ഞാൻ പോകുമെന്ന് വിചാരിച്ചാ? ഇങ്ങിതാ. നിങ്ങൾ ഇയാളെ വിളിക്ക്. ഇയാളുടെ പേര് അസാർ. എക്സാം മാച്ച് ഫിക്സിംഗ് ഒക്കെ ഇയാളാണ് ചെയ്യാറ്. ഈ അസാർ എവിടെ ഫീൽഡിങ് ചെയ്യുന്നേ? റിലയബിൾ മെഡിക്കൽ കോളേജിനെ കുറിച്ച് കേട്ടാണല്ലോ. ഇയാൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇത് ഇയാളുടെ സൈഡ് ബിസിനസ്സാ. പക്ഷേ റിലയബിളിൽ അവൻ എത്ര കമ്മീഷൻ ചോദിക്കും? ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്ക്, കല്യാണത്തിൽ നമ്പൂതിരി ദമ്പതികളെ ചേർത്ത് വെക്കും. ബില്ലൊന്നും ആരോടും പുറത്തു പറയില്ല. എന്താ ചെയ്യാ? നീ വീട്ടിൽ പോ, അത് ഞാൻ നോക്കിക്കോളാം. സങ്കേത്, ഞാനും കൂടെ വരട്ടെ? നല്ല കുട്ടിയായി വീട്ടിൽ പോയി വെയിറ്റ് ചെയ്യേ. ഓർമ്മയുണ്ടോ, 10th സ്റ്റാൻഡേർഡിൽ നീയും എൻ്റെ മോളും ഒരേ ക്ലാസ്സിലായിരുന്നു. ലവീണ. അവളുടെ ബർത്ത്ഡേക്ക് നിന്നെ വിളിച്ചിരുന്നു. പക്ഷെ നീ അവളെ വേദനിപ്പിച്ചു. സോറി ഡി സുസാൻഡി. അപ്പം ഞാൻ വളരെ ഇന്നസെൻ്റ് ആയിരുന്നു. ഇപ്പോഴോ? അല്ല ആൻറ്റി, ഈ അസർ എപ്പോൾ തൊട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്? 5 വർഷമായിട്ട്. അവൻ്റെ അച്ഛൻ നിന്റെ മുത്തച്ഛൻ്റെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, റഹീം. ആണല്ലേ? താങ്ക് യു ആൻറ്റി. ആൻറ്റി, ലവീനയോട് എൻ്റെ അന്വേഷണം പറയണം. കഴിഞ്ഞ വർഷം അവളുടെ കല്യാണം കഴിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ. ആ എവിടെയാ? ദേ പോരാ.
ഇല്ല, നീ കള്ളം പറയണം. എന്നെ കൊടുക്കാനുള്ള പരിപാടി അതല്ല ഞാൻ പറയുന്നത് കേക്ക്. അല്ല, ഞാൻ എന്തിനു കേൾക്കണം? ആവശ്യമില്ലാത്ത കാര്യത്തിന് ചാടണമെന്ന് നീ എന്തിനാ ആഗ്രഹിക്കുന്നത്? നീ എന്നെ സംസാരിക്കാൻ വിടില്ലേ? ഞാൻ നിന്നെ എവിടെയും കൊടുക്കാൻ പോകുന്നില്ല. എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. സത്യമായിട്ട് ആവശ്യമുണ്ടോ? ശരി, അച്ഛൻ്റെ അടുത്ത് മാത്രമേ കാര്യം പറയല്ലേ. സെയിം ടു യു. അയ്യോ, ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി ഈ കാര്യം എന്തിനാ പറയുന്നേ? അയ്യോ, നിന്റെ അച്ഛൻ്റെ അടുത്തല്ല, എൻ്റെ അച്ഛൻ്റെ അടുത്ത്. പറഞ്ഞു തുലക്കല്ലേ. ശരിയെന്ന് ഞാൻ പോട്ടെ. ആ കഴിഞ്ഞു സാർ. ഇനി ഇതിൽ വെച്ചാൽ എല്ലാം കറക്റ്റായിട്ട് അറിയും സാർ. മിടുക്കൻ. എന്നെ വിട്ടേക്ക് സാർ. ഒസാമ ഒരു പ്ലെയിനെ മിസൈലാക്കി മാറ്റി വേൾഡ് ട്രേഡ് സെന്ററിനെ ബ്ലാസ്റ്റ് ചെയ്തപ്പോൾ അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് ഫക്ക് അവൻ ആലോചിച്ചില്ല. ഇത് ഫക്കിങ് അമേസിംഗ് ആയിട്ടുണ്ടെന്ന് അവൻ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. പോയിന്റ് ബീയിങ്, എക്സൈറ്റ്മെന്റിൽ ചെയ്യുന്ന ജോലി എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കില്ല. ഞാനും അത് തന്നെ ചെയ്തേ. ലക്ഷത്തിന് താഴെ സബ് ഇൻസ്പെക്ടർ ആകാൻ യാതൊരു സാധ്യതയില്ല. അപ്പൊ എത്ര തരണം? 15 ലക്ഷത്തിന് താഴെ സബ് ഇൻസ്പെക്ടർ ആകുന്ന സ്വപ്നം കാണുക വേണ്ട. എന്റെ കയ്യിൽ ഇത്രയും കാശുണ്ടാവാനായിട്ടേ ഞാനെന്താ സബ് ഇൻസ്പെക്ടർ വല്ലതും ആണോ? പഞ്ചസാര ഇട്ടില്ലല്ലോ അല്ലേ? ഉണ്ടാ. അത് പിന്നെ നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലാണുള്ളത്. അതറിയാവുന്ന കാര്യമല്ലേ. അതുപോലെ തന്നെ നമ്മളൊരു റേറ്റ് ഫിക്സ് ചെയ്ത് അത് മാറ്റുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ, ഇപ്പം 5 തന്നേക്ക്, ബാലൻസ് അത് കഴിഞ്ഞിട്ട് തന്നാൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ 3 ഉള്ളൂ. ഏടോ വിവരം കെട്ടവനെ, താൻ പിന്നെ ഇത്രയും ദൂരം ചൊറിയാൻ വന്നതാണ്. എന്നെ കണ്ട എന്താ തോന്നണേ? സബ് ഇൻസ്പെക്ടർ ചുമ്മാതാകാന്നാ വിചാരിക്കണേ. ചേട്ടാ പ്ലീസ്. ഇവിടെ ഒരു തരത്തിലും പ്ലീസ് ഒന്നും നടക്കില്ല. രാജേന്ദ്രജി, ദേ അങ്ങോട്ട് ചെല്ല്. അവിടെ എന്താ ചേട്ടാ? എനിക്ക് ടീച്ചറാണ് ചേട്ടാ. അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വേറെ ഒന്ന് അവിടെ ഉണ്ട്. അവിടെ ബൻവാരി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവിടെ ചെന്ന് ഞാൻ അയച്ചാന്ന് പറഞ്ഞാൽ മതി. ശരി ചേട്ടാ. അതാരിത്? ഇതെല്ലാം ചേട്ടന്റെ അനുഗ്രഹമല്ലേ? വല്ല തിമിംഗലത്തിനെ കൂട്ടിക്കൊണ്ട് വന്നതാണോ? ചേട്ടനെ കാണാൻ അങ്ങനെയല്ലേ വരേണ്ടത്. അത് കൊള്ളാം. ശരി, വന്ന കാര്യം പറ. ചേട്ടൻ അശ്വൻ ബദോരി അറിയാവോ? അറിയാം. എന്താ കാര്യം? ഹൈ, ആ മനുഷ്യന്റെ ഇത്രയും ചെറുപ്പോ? ചുമ്മാ ഇവൻ അയാളുടെ മോനാ, സങ്കേത് ബദോരിയ. അവൻ ഫൈനൽ ഇയറാ. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇന്റേൺ ചെയ്തോണ്ടിരിക്കുക. മാഷ കാര്യത്തിലേക്ക് കിടക്ക്. പാർട്ടി തന്നെ വന്നിരിക്കുക. ഉറപ്പാണോ? പടച്ചോനാണ് സത്യം. നോക്കാം. ആദിത്യ, ഈ സമോസ ഇവിടുന്ന് കൊണ്ടു. ഹലോ സങ്കേത്, മൈസെൽഫ് അനുജ്. നിങ്ങളെന്താ ഇവിടെ ഇരിക്കണത്? അകത്തേക്ക് പോയിരിക്കുക. നിങ്ങളുടെ ഓഫീസ് പോലെ അല്ലേ? എന്തൊക്കെ കഴിക്കുന്നോ? എന്റെ അമ്മാവന്റെ വീട്ടിലെ ജിലേബിയാ, ഭയങ്കര സൂപ്പറാ. ഞാൻ എടുത്തോണ്ട് വരാൻ പറയാം. വാ വാ വാ, അകത്ത് വന്നിരിക്കുക. വാ. പിന്നെ കുടിക്കാൻ വല്ലോ കപ്പാച്ചി പോലെ വല്ലോ വേണോ? മധുരമില്ലാതെ സ്ട്രോങ് ആയിട്ട് എടുത്തോണ്ട് വരാൻ പറയാം കേട്ടാ. നിങ്ങൾ പോ, ഞാൻ എടുത്തോണ്ട് വരാം. ചെല്ല് ചെല്ല് ചെല്ല്. സ്വന്തം ഓഫീസ് എന്ന് വിചാരിച്ചോ. ഇന്ന് മെഡിക്കൽ എക്സാം ആണാ. എക്സാമോ? എന്താണ് ഈ പറയുന്നത്? ഞാൻ എൻട്രൻസ് എക്സാമിൽ ടോപ്പിൽ വന്നു. ടോപ്പിൽ വന്നോ? കണ്ടില്ലേ ചേട്ടൻ ടോപ്പിൽ വന്നു. ടോപ്പിലേ
ജയരാജ് സാറേ സിന്ദാബാദ്, ജയരാജ് സാറേ ആ ആരുടെ മോൻ? ആ റിലയബിളിന്റെ മോനാണോ? അത് ശരി. ജയരാജ് സാർ സിന്ദാബാദ്, ജയരാജ് സാർ സിന്ദാബാദ്, ജയരാജ് സാർ സിന്ദാബാദ്, ജയരാജ് സാറേ സിന്ദാബാദ്. ഇങ്ങോട്ട് ക്ഷണിച്ചതിലും നിങ്ങളെ കണ്ടതിലും വളരെ സന്തോഷമുണ്ട്. നന്ദി നന്ദി. സ്റ്റേജിലേക്ക് പൊക്കോളൂ ജയരാജ് സാറേ. എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല. ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് വരുന്നത്. ഓക്കെ, എനിക്ക് എൻ്റെ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ സ്റ്റേജിൽ കയറിയാൽ ഞങ്ങൾ തമ്മിലുള്ള ദൂരം കൂടും. ഞാൻ ദൂരെ നിൽക്കണോ അതോ നിങ്ങളുടെ അടുത്ത് നിൽക്കണോ? കേട്ടല്ലോ. അതെ അറിയാം, എല്ലാവർക്കും ഡോക്ടർ ആവണം. എനിക്കെല്ലാം അറിയാം. ആ ശരി ആട്ടെ, പെട്ടെന്ന് പോയൊരു കസേര. എന്താ പ്രസിഡന്റ്, ഞാനെന്താ രാഷ്ട്രീയക്കാരനാണോ ചെയറിലിരിക്കാൻ? നിങ്ങളുടെ ഒരു കാര്യം, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ 24 പേരെ ഡോക്ടറാക്കി. എത്ര പേരെയാണ്? ഇതേ നാട്ടിലെ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ശർമ്മ ചേട്ടൻ, ഡോക്ടർ മാൽവിയ സാർ ചികിത്സിക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലുമില്ല. അവഗണിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുഞ്ഞാണെങ്കിലും ചത്തോട്ടെ, ഒരമ്മയാണെങ്കിലും ചത്തോട്ടെ, വൃദ്ധനാണെങ്കിലും ചത്തോട്ടെ, അവരാരും ഇങ്ങോട്ട് വരില്ല. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഓർമ്മയുണ്ട്. ആരും വന്നിട്ടില്ലല്ലോ. ഇല്ല, ആരും വന്നിട്ടില്ല. അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തതാ, ഈ ഗ്രാമത്തിലെ ഓരോ വീടുകളിലും ഒരാള് വീതമെങ്കിലും ഡോക്ടർ ആവണമെന്ന്. വീടിനൊരു ഡോക്ടർ. ഈ ഗ്രാമത്തിലെ ഒരു രോഗി പോലും ഉണ്ടാവാൻ പാടില്ല. ഇദ്ദേഹം നമ്മുടെ പ്രസിഡന്റ്, ഇത് അദ്ദേഹത്തിന്റെ മോൻ. ഇവനും ഡോക്ടർ ആവാൻ പോവുകയാണ്. ഇവൻ ഭാവിയിലെ ഡോക്ടറാണ്. ഓരോരുത്തരെയും ഞാൻ ഡോക്ടർ ആക്കും. ജയരാജേട്ടാ, പറഞ്ഞോളൂ. ഇപ്പോ പോലീസിൽ ചേരാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നോക്ക്, എവറിത്തിങ് ഈസ് പോസിബിൾ ദിസ് കൺട്രി, ദിസ് വില്ലേജ്. സത്യമായിട്ടും എന്നാ എന്നെ കൂടി എടുത്തോ. അതെ, അതെന്താണെന്ന് വെച്ചാൽ ആദ്യം ശരി 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 പാതി പേരെ കാക്കി യൂണിഫോം ഇടിപ്പിച്ച് ഈ ഭാഗത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ളവരെ വെള്ള ഡ്രസ് ഇടിപ്പിച്ച് ഈ ഭാഗത്ത് നിർത്താം. എന്താ? ജയരാജ് ചേട്ടന് സിന്ദാബാദ്, 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 ജയരാജ് ചേട്ടന് സിന്ദാബാദ്. സാർ, എന്റെ അടുത്ത് 25 ഏക്കർ നിലവേ ഉള്ളൂ. സാർ, 25 ഏക്കറാണ്. അപ്പൊ ചേട്ടന്റെ മോൻ പണക്കാരനാണല്ലേ? കയ്യില് ഭൂമി വെച്ചിട്ട് എന്തിനാ ചേട്ടാ കരയുന്നേ? ഞാൻ എന്താ ചെയ്യുക? 25 ഏക്കർ വിറ്റാ പോരെ? ചേട്ടൻ അറിയാഞ്ഞിട്ടാ. വിവാഹ കമ്പോളത്തിൽ ഡോക്ടർക്കൊക്കെ എന്താ മാർക്കറ്റ് എന്നറിയോ? അറിയില്ല. എന്റെ പൊന്നു ചേട്ടാ, ഇതുപോലും അറിയില്ലേ? ഇപ്പൊ ഉള്ളതിനേക്കാൾ 10 ഇരട്ടിയിൽ കൂടുതൽ സ്വർണ്ണമായിട്ട് തന്നെ മേടിക്കാം. ഇനി പറയും, അതിനെന്താ ഗ്യാരണ്ടി? അതെ, പോയി. ചേട്ടന്റെ മോൻ ഡോക്ടർ ആയില്ലെങ്കിൽ പണം ഞാൻ തിരിച്ചു തരും. ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തരുന്ന വാക്കാ. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? സാർ, ഇതാ സാർ. പോയിട്ട് വരാം സാർ. സന്തോഷത്തോടെ ചെന്നാട്ടെ.
അയാളുടെ മോഹം കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ഞെട്ടിപ്പോവും. ഇവിടെ എല്ലാ സ്റ്റുഡൻസിനും പക്ക ട്രെയിനിങ് ആണ്. ഇത് അത്ര ഈസി ആയിട്ടുള്ള ജോലിയല്ല, മനസ്സിലായ? നോട്ട് ബാഡ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ഒരു കുറവുണ്ട്. അതൊഴിച്ച് ബാക്കിയെല്ലാം ഒരു സിനിമാറ്റിക് ഫീൽ ആണല്ലോ. നിങ്ങൾ എക്സാക്ട് ആയിട്ട് എന്താ ചെയ്യുന്നത്? ദൈവം നിറവേറ്റാത്ത സ്വപ്നങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാ ദൈവം എല്ലാവർക്കും സ്വപ്നങ്ങൾ നൽകും, പക്ഷേ ആ സ്വപ്നം പൂർത്തീകരിക്കാനുള്ള കഴിവ് എല്ലാവർക്കും കൊടുത്തെന്ന് വരില്ല. ഉദാഹരണമായി ഒരാൾക്ക് ഒരു വലിയ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്ന് വേണമെങ്കിൽ ആഗ്രഹിക്കാം, പക്ഷേ അത്രയും വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്ന് വിചാരിച്ചാൽ എങ്ങനെ നടക്കാനാ? അതായത് അമീർ ഖാൻ 70mm സ്ക്രീനിൽ വന്ന് പറഞ്ഞിട്ട് പോയി ഫോളോ യുവർ പാഷൻ. ഉടനെ മണ്ടന്മാർ അവിടുന്ന് പുറപ്പെടും, എന്നിട്ട് എൻ്റെ വാതിൽ വന്ന് മുട്ടും ഡോക്ടർ ആവണമെന്നും പറഞ്ഞ്. ഫീസ് എത്രയാണെന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് തരും. എൻട്രൻസ് എക്സാം പോലും എഴുതണ്ടെന്ന് ഞാൻ പറയും. എൻ്റെ അടുത്ത് ജീനിയസ് സ്റ്റുഡൻസ് ഉണ്ട്. 95%, 99% വരെയുള്ള കുട്ടികൾ, ബോയ്സ് ആൻഡ് ഗേൾസ് ജീനിയസ്. ഡെഫിനറ്റ്ലി നടക്കും. പണം വെച്ചിട്ട് പോയിക്കോ. അതായത് ഈ സിനിമയിലൊക്കെ വരുന്ന പോലെയാണോ അല്ലേ? ഏകദേശം അങ്ങനെ തന്നെ. അതായത് ഇതൊരു കോർപ്പറേറ്റ് പോലെയാ, ലിറ്റിൽ ഹയർ. അപ്പോൾ നിങ്ങളുടെ ടേൺ ഓവറും ലിറ്റിൽ ഹയർ വേണമല്ലോ. ഒരു 15 തൊട്ട് 20 ലക്ഷം വരെ പെർ കാൻഡിഡേറ്റ്. യാ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എൻ്റെ അച്ഛനും മുത്തശ്ശനും ഒരു ദിവസം 3-4 ഓപ്പറേഷനൊക്കെ ചെയ്ത് അവരുടെ തലമുടിയൊക്കെ നരച്ചുപോയി. പക്ഷെ നിങ്ങൾ സമ്പാദിച്ചത്ര അവർക്ക് സമ്പാദിക്കാൻ പറ്റില്ല. പ്ലസ് നോ ടാക്സസ്. പിന്നെ എനിക്ക് നിന്നെ അങ്ങ് ബോധിച്ചു, അതുകൊണ്ട് നിനക്ക് ഒരു ബെറ്റർ ഓഫർ ഞാൻ തരാം. ഞാൻ ഏതെങ്കിലും ഒരു സ്വപ്നം കാണുന്ന കാൻഡിഡേറ്റിന്. മിടുക്കൻ, നീ ആള് കൊള്ളാമല്ലോ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലേ? അതായത് നീ റെഡിയാണെങ്കിൽ, നിന്റെ അടുത്ത് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഫീസ് മേടിക്കില്ല. അപ്പം പ്രാച്ചിയുടെ എക്സാം വേണമെങ്കിൽ ഞാൻ എഴുതട്ടെ? അത് നടക്കില്ല. ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ഒരു പെൺകുട്ടിയാണ് എക്സാം എഴുതുന്നതെങ്കിൽ ഏതെങ്കിലും പെണ്ണിന് മാത്രമേ അവൾക്ക് വേണ്ടി എഴുതാൻ പറ്റൂ. കാരണം ഞാൻ ഡിസിപ്ലിൻ റൂൾസ് ഫോളോ ചെയ്യുന്ന ആളാണ്. ആ പെൺകുട്ടിയുടെ സിസ്റ്റർ, ആ തോഴിയുടെ സിസ്റ്റർ, അതായത് ഭാര്യയുടെ അനിയത്തിയാ? ഇറ്റ്സ് ഓക്കെ, ഐ ആം കൂൾ. എനിക്ക് മനസ്സിലാവും. കുടിക്കാൻ എന്താ വേണ്ടേ? എന്താണെങ്കിലും ഓക്കെ. സ്കോച്ച് 40 വർഷം പഴക്കമുള്ളതുകൊണ്ട് വേണോ? നല്ല ഉത്തരവാദിത്തമുള്ള ജോലിയാ ഭായി. പിന്നെ ഈ അഡ്മിറ്റ് കാർഡിന് തക്കതായിട്ടുള്ള താടിയൊക്കെ ഫിറ്റ് ചെയ്തു. നിങ്ങളിപ്പോൾ ഒരാളെ അല്ല, 2 പേരെ ഡോക്ടറാക്കാൻ പോണ. ഒന്ന് ഈ കിഴങ്ങനെ, പിന്നെ മറ്റൊന്ന് പ്രാച്ചി. 2 പുണ്യകാരിയാണ് ചെയ്യാൻ പോണ. Fuck!
ഇപ്പൊ വേണ്ട വേണ്ട വേണ്ട. കഴിച്ചിട്ട് പോ. ഇതാ കുറച്ച് കഴിക്കേ. ഒരു ഗുഡ് ലക്കെങ്കിലും പറയൂ ചേച്ചി. ഒരു ക്യാപ്പച്ചീനോ. ഓക്കെ മാം. മാം യുവർ ഓർഡർ? എനിക്കൊരു സ്പൈസ് കാഫേ ലാട്ടെ. ബ്രൗൺ ഷുഗറിനോടൊപ്പം. പിന്നെ പകുതി ഷുഗർ ഇട്ടാ മതി കേട്ടോ. ഓക്കെ മാം. ഓക്കെ ഓക്കെ. പിന്നെ സ്കിം മിൽക്ക്. ശരി. എയ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചത്. ഫോർ എവറി ആക്ഷൻ ദാർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ന്യൂട്ടൻ്റെ തേർഡ് ലോ ഞാൻ മറന്നെന്നാ തോന്നുന്നത്. പക്ഷെ ലൈഫ് ആ കാര്യം എനിക്ക് തിരിച്ചും ഓർമ്മപ്പെടുത്താൻ പോവാ.